In the beginning, when God created the heavens and the earth was a formless void, and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, "Let there be light," and there was light. And God saw that the light was good, and God separated the light from the darkness. God called the light day, and the darkness he called night. And there was evening, and there was morning, the first day. വളരെ വലുതാണ്. ഈ ലോകത്തിൽ നാം കാണുന്ന ആധുനികത ഭൗതികശാസ്ത്രത്തിൻ്റെ വികസനത്തിന് ആനുപാതികമാണ്. ഭൗതികശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവ് അതീന്ദ്രിയ ശക്തിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള അനേകം സയന്റിസ്റ്റുകൾ എക്കാലവുമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കോണിലും മറഞ്ഞിരിക്കുന്ന അനുപമമായ ചൈതന്യവും മാഹാത്മ്യവും അവരെ സർവശക്തനിലേക്ക് അടുപ്പിക്കുന്നു. സാറിൻ്റെ ഭൗതിക ശാസ്ത്ര വിജ്ഞാനം സാറിനെ ആത്യന്തികമായിട്ട് അതിഭൗതികതയിലേക്കും ആത്മീയതയിലേക്കും ഒക്കെ നയിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അത് വളരെ സ്വീകാര്യമായ ഒരു സമീപനം കൂടിയാണ്. യുക്തിപരമായിട്ട് നോക്കുമ്പോൾ യുക്തിഭദ്രമായിട്ട് എങ്ങനെ വിശ്വാസത്തെ ആഖ്യാനം ചെയ്യാൻ സാധിക്കുമെന്നുള്ള പരിശ്രമമാണ് സാറ് നടത്തുന്നത് എന്നുള്ളതാണല്ലോ സാറ് പങ്കുവെച്ചത്. ഞാനതിനെ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മൾ ഒന്നും കൂടി വസ്തുനിഷ്ഠമായിട്ട് നോക്കുമ്പോൾ, യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണുമ്പോൾ, അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഇത്തരം സമീപനങ്ങളെ അപലപിക്കുന്ന, വിമർശിക്കുന്ന പ്രമുഖ ശാസ്ത്രകാരന്മാരും ദാർശനികരുമുണ്ട്. ഉദാഹരണമായിട്ട് ഓക്സ്ഫോർഡിലെ ദാർശനിക നിരീശ്വരത്വത്തിൻ്റെ കരുത്തുറ്റ സാരഥിയായ ഡാനിയൽ ഡെന്നറ്റ്, ബയോ കെമിസ്റ്റായ റിച്ചാർഡ് ഡോക്കിൻസ്, ഇവരൊക്കെ ശാസ്ത്രത്തിൽ നിന്നും കൊടിയ നിരീശ്വരവാദം ആവിഷ്കരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇത്തരണത്തിൽ നടത്തുന്ന ഈ രീതിയിലുള്ള ശാസ്ത്രമത സംവാദം തന്നെ ഒരുതരം അവിഹിതമായ കടന്നുകയറ്റമായിട്ടും വിജ്ഞാനത്തിൻ്റെ മലിനപ്പെടുത്തലായിട്ടുമൊക്കെ അവർ കാണുന്നുണ്ട്. ഇത്തരം വ്യക്തിത്വങ്ങളോട്, ശാസ്ത്രത്തിൽ നിന്നുള്ള ഇത്തരം നിരീശ്വരത്വപരമായ സമീപനങ്ങളോട് സാറിന് എന്താണ് പ്രതികരിക്കുവാനുള്ളത്? എങ്ങനെയാണ് അവർ ഈ നിഷേധത്തിൽ എത്തിച്ചേരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പ്രപഞ്ചത്തിൽ ഒരു കണിക പോലും ചലിക്കാതിരിക്കുന്നില്ല. പ്രപഞ്ചത്തിൽ ഒരിടത്തും ബലങ്ങളില്ലാതെയില്ല. മാത്രമല്ല, ഒരു ബലത്തിന് മാത്രമായിട്ട് പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കാനും പറ്റില്ല. എന്ത് കാര്യം നടക്കുമ്പോഴും അത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ബലങ്ങൾ തമ്മിലുള്ള കരണപ്രതികരണങ്ങളുടെ ഫലമാണ്. നമ്മൾ ഈ കസേരയിലിരിക്കുന്നത് ഭൂമി നമ്മളെ ആകർഷിക്കുന്നതും ഭൂമിയിൽ നമ്മൾ തെറിച്ചു പോകാനുള്ള ഗുരുത്വാകർഷണ വിരുദ്ധ ബലത്തിൻ്റെയും കൂടി സമാനമായ ഒരു സമന്വയത്തിലാണ്. ഞാൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഭൂമി എനിക്ക് തരുന്ന പ്രതിരോധം എൻ്റെ കാലിൽ ഞാൻ ചെലുത്തുന്ന സമ്മർദ്ദത്തിന് സമാനമായതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇങ്ങനെ നമ്മൾ എന്ത് തരത്തിലുള്ള സംഭവം ലോകത്തെ എടുത്തു നോക്കിയാലും അതിൻ്റെ പുറകിൽ ഒരുപാട് ബലങ്ങളുടെ പ്രവർത്തനം കാണാം. ഇങ്ങനെ ഒരുപാട് ബലങ്ങൾ, കണക്കറ്റ എണ്ണമുള്ള ബലങ്ങൾ കൂടി പ്രവർത്തിക്കുകയും അതിൻ്റെയൊക്കെ ഒരു സമതുലനം എന്ന നിലയ്ക്ക് നമുക്ക് നിൽക്കാനും നടക്കാനും ജീവിക്കാനും ചിന്തിക്കാനും കഴിയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞന് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ കഴിയുക? മാത്രമല്ല, പ്രപഞ്ചത്തിലെ ബലങ്ങളൊക്കെ തന്നെ ഒന്നും മറ്റൊന്നിനോട് ബന്ധപ്പെട്ടാണല്ലോ കിടക്കുക. ഒരു ബലത്തിന് തനിച്ച് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അത് എല്ലാ ബലങ്ങളെയും ആശ്രയിക്കുന്നു. എല്ലാ ബലങ്ങളും എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ബലങ്ങളുമാണെന്ന് അർത്ഥം. അപ്പോൾ എവിടെയോ ഒരു നക്ഷത്രത്തിൽ സംഭവിക്കുന്ന എന്തോ ഒരു ബലം എന്നെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കയോസ് തിയറി വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമാനതകളും ഈ അന്തർധാരകളും മനസ്സിലാക്കാൻ ഒരു ഭൗതിക ശാസ്ത്രജ്ഞന് കഴിയുന്നില്ല എങ്കിൽ അതൊരു ഒരു 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 വീഴ്ചയായിട്ടാണ് ഞാൻ കാണാറ് സാധാരണയായിട്ട്.
ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങളായിരിക്കുന്ന വിവിധ സിദ്ധാന്തങ്ങളിലൂടെ കടന്നുപോയാൽ അവയിൽ പലതും ചില സങ്കല്പങ്ങളിൽ അടിസ്ഥാനമുറപ്പിച്ചവയാണെന്ന് കാണാം. വ്യക്തമായ തെളിവുകളില്ലാത്തതും എന്നാൽ അവയെ സമീപിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് അനുഭവ പരിജ്ഞാനം കൊണ്ട് ഉറപ്പുള്ളതുമായ സങ്കല്പങ്ങൾ. ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുവാൻ തക്ക കാര്യക്ഷമമായ ഇത്തരം ഗവേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ എളുപ്പമാണെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൗതിക ശാസ്ത്രത്തിൻ്റെ ദാർശനികവും മതാത്മകവുമായ മാനങ്ങളെപ്പറ്റി ഭൗതിക ശാസ്ത്രജ്ഞൻ തന്നെയായ ബാബു ജോസഫ് സാറ് നമ്മളോട് വിശദമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നതായി. ഡോക്ടർ കെ ബാബു ജോസഫ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ. തിയററ്റിക്കൽ ഫിസിക്സ്, ആസ്ട്രോഫിസിക്സ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, നോൺ ലീനിയർ ഫിസിക്സ് തുടങ്ങിയ അനവധി വിഷയങ്ങളിൽ ഗവേഷകൻ. ദീർഘകാലം ഫിസിക്സ് അധ്യാപകനായിരുന്നു. ഫിസിക്സ് സംബന്ധമായി ചില ഗ്രന്ഥങ്ങളും ഏറെ പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട്. ഭൗതികശാസ്ത്രത്തിൻ്റെ ആഴത്തിൽ പരിശോധിച്ചാൽ അത് നമ്മൾ ഈ കാണുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് അതീതമായി അവയ്ക്ക് പിന്നിൽ ഒരു ചില പ്രതിഭാസങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് നേരിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു കാണുന്ന ലോകവും മറയത്തെ ലോകവും ഇങ്ങനെ രണ്ട് വശങ്ങൾ ചേർന്നാണ് ഇപ്പോൾ ഭൗതികശാസ്ത്രം കാര്യവിചാരം നടത്തുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിൽ ഇലക്ട്രോണിനെ മാറ്റാം. പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ കണങ്ങൾ അതൊക്കെ അണുക്കളിലെ ന്യൂക്ലിയസിലെ അംശങ്ങളാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. പക്ഷേ ഈ ഓരോ കണവും അതിൻ്റെ ഘടകങ്ങളായി ക്വാർക്കുകൾ എന്ന് പറഞ്ഞ് വേറെ ചില കണങ്ങളുണ്ട്. ഈ ക്വാർക്കുകളെ നമുക്ക് കാണാൻ പറ്റില്ല. ക്വാർക്കുകൾ കാണാമറയത്താണ്, മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്വാർക്കുകളുടെ ഗുണവിശേഷങ്ങളെപ്പറ്റി നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾ സങ്കല്പങ്ങൾ നെയ്യുകയാണ്. ആ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാണാവുന്ന പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നത്. അവയുടെ അസ്തിത്വം ഒരിക്കലും തെളിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവയുണ്ട് എന്ന് നമുക്ക് തെളിവുണ്ട്, ബോധ്യമുണ്ട്. ഇങ്ങനെ ഒരു വശമുണ്ട്. അത് മതചിന്ത അല്ലെങ്കിൽ ദൈവശാസ്ത്രവുമായിട്ട് ഒരു സമാന്തരീയത അല്ലെങ്കിൽ ഒരു സമാന്തരത ഞാൻ കാണുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചും മറ്റും നമ്മൾ നെയ്യുന്ന സങ്കല്പങ്ങൾ നേരിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അത് സാഹചര്യം തന്നെയാണ് ഭൗതികശാസ്ത്രത്തിലുള്ളത്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടത് ക്വാണ്ടം ഫിസിക്സ് വിശകലനം ചെയ്യുന്ന തത്വങ്ങളും അത് ചർച്ച ചെയ്യുന്ന സാധ്യതകളും സത്യാന്വേഷിയായ ഒരു ശാസ്ത്രകാരനെ വിശ്വാസത്തിൽ വളർത്തുവാൻ പര്യാപ്തമാണ്. പിന്നെ ഭൗതികശാസ്ത്രത്തിൽ ഏറ്റവും പ്രബലമായ ഇന്ന് ഏറ്റവും പോപ്പുലറായിട്ടുള്ള സിദ്ധാന്തം ക്വാണ്ടം ബലതന്ത്രം അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സാണ്. അതിസൂക്ഷ്മ വസ്തുക്കളായ കണങ്ങളുടെ പെരുമാറ്റത്തെ പറ്റിയുള്ള പഠനമാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ രണ്ട് പ്രധാന പരിമാണങ്ങളാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഒന്ന് ഊർജം. ഈ ഊർജം എന്ന് പറഞ്ഞാൽ ഭൗതികശാസ്ത്രത്തിൽ പറയുന്നത് ജോലി ചെയ്യാനുള്ള കഴിവ്, കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക്, അതാണ് ഊർജം. ഇതൊരു ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അമൂർത്തമായ ഒരു സങ്കല്പമാണ്. പക്ഷേ ഭൗതികശാസ്ത്രത്തിൽ ഊർജം
നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും, അളന്ന് നിർണ്ണയിക്കാൻ കഴിയും ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അനന്തമായ ഊർജം, അനന്തശക്തിയുള്ള ഒന്നാണ് ദൈവം എന്ന് നമ്മൾ പറയുന്നു എന്ന് വിചാരിക്കുക. ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ ദൈവത്തെ ഇങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിച്ചെന്ന് വരും. അനന്തമായിട്ടുള്ള ഊർജത്തിൽ നിന്ന് എന്തുമാത്രം ഊർജം എടുത്താലും പിന്നെയും ബാക്കി അനന്തത അവശേഷിക്കും എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഈ സങ്കല്പങ്ങളെല്ലാം സമാന്തരങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ആശയം സംഭാവ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി. പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ എവിടെ എപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ട് പ്രവചിക്കാൻ പറ്റില്ല, നിശ്ചയത്തോടെ പ്രവചിക്കാൻ പറ്റില്ല. അതിന് ഒരു പ്രോട്ടോൺ അല്ല ഒരു ഇലക്ട്രോണിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇന്ന് ഈ സമയത്ത് ഇവിടെയുണ്ട്, അടുത്ത സെക്കൻഡിൽ അത് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു സംഭാവ്യത മാത്രമേ നമുക്ക് നിർവചിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മനസ്സ് എന്താണെന്ന് പ്രവചിക്കാൻ പറ്റില്ല. എത്ര പ്രാർത്ഥിച്ചാലും ദൈവം എങ്ങനെ പെരുമാറും എന്ന് പ്രവചിക്കാൻ പറ്റില്ല. അവിടെയും ഈ സംഭാവ്യതയുടെ ഒരു പ്രസക്തിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഊർജവും സംഭാവ്യതയും ഇത് തന്നെയാണ് ഭൗതിക ശാസ്ത്രത്തിലുള്ളത്. ദൈവശാസ്ത്രത്തെയും ഈ ഒരു കാഴ്ചപ്പാടിലൂടെ കാണാനായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾ കൊണ്ട് കാണാനോ പ്രത്യക്ഷത്തിൽ വിശകലനം ചെയ്യാനോ കഴിയാത്ത ചിലവയെക്കുറിച്ച് സങ്കല്പങ്ങളുടെ വെളിച്ചത്തിൽ ഭൗതികശാസ്ത്രം പഠനങ്ങൾ നടത്തുന്നു. അവയ്ക്ക് ചില ആത്മീയ ബോധ്യങ്ങൾ പകരാൻ കഴിയുന്നുണ്ട്. കണികകളുടെ ഊർജം, സംഭാവ്യത തുടങ്ങിയവ ആധാരമാക്കി വിശകലനങ്ങൾ നടത്തുന്ന ക്വാണ്ടം ബലതന്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചില ആത്മീയ ചിന്തകൾക്ക് പൂരകങ്ങളാണ്. തിയററ്റിക്കൽ ഫിസിക്സ് അഥവാ സൈദ്ധാന്തിക ഭൗതികശാസ്ത്രത്തിന്റെ ഭാഗമായ തിയറികളിൽ പലതും അമാനുഷികമോ അഭൗമികമോ ആയ ആത്മീയ ചിന്തകൾക്ക് ഉപോദ്ബലകമാണ്. കയോസ് സിദ്ധാന്തവും അതിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ചിത്രശലഭ പ്രതിഭാസവും തുടങ്ങി അനവധി ആശയങ്ങൾ അതിശയകരമാം വിധം ആത്മീയ സത്യങ്ങളെയും വിശദീകരിക്കുന്നു. ശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ആഴമേറിയ പരിജ്ഞാനമുള്ള പ്രഗത്ഭരുടെ ഇത്തരം വിലയിരുത്തലുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഡോക്ടർ ഫാദർ കുരുവിള പാണ്ടിക്കാട്ട് SJ ഇൻസ്ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 ഡോക്ടറേറ്റുകളും 3 മാസ്റ്റേഴ്സ് ഡിഗ്രികളും കരസ്ഥമാക്കിയിട്ടുള്ള ഫാദർ കുരുവിള പാണ്ടിക്കാട്ട് ശാസ്ത്ര, ദൈവശാസ്ത്ര, തത്വശാസ്ത്ര വിഷയങ്ങളിൽ പതിറ്റാണ്ടുകളായി അധ്യാപകനാണ്. ഇതിനകം ഏറെ അവാർഡുകളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. ശാസ്ത്രവും വിശ്വാസവും സംബന്ധിച്ച് അനവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നാസ അവരുടെ സ്പേസ് ഷട്ടിൽ മാർസിലേക്കും മൂണിലേക്കും വിടും. 2 മാസമല്ല 2 ആഴ്ച വരെ, 2 വർഷം വരെ അവരെ അങ്ങനെ കറങ്ങി അതിൻ്റെ ട്രജക്ടറി കൃത്യം പറയും. പക്ഷെ അത് തിരിച്ച് ഫ്ലോറിഡയിൽ വരുമ്പോൾ അവിടുത്തെ വെതർ എന്തായിരിക്കുമെന്ന് നാസ ആൾക്കാർക്ക്, സയൻറ്റിസ്റ്റിന് അറിയുവാൻ സാധിക്കുന്നില്ല. ഈ വെതർ പ്രഡിക്ഷൻ ഒരു കേവോസ് തിയറിയുടെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇക്കോണമി, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ്, പോപ്പുലേഷൻ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ട്രാഫിക് ജാം എവിടെ ഉണ്ടാകുന്നു ഇല്ല, ഇതെല്ലാം ഒരു തരത്തിൽ കേവോസ് തിയറിയെ ആശ്രയിച്ചിരിക്കുന്നു. കേവോസ് തിയറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കേവോസ്, കംപ്ലീറ്റ് ഡിസോർഡർ അല്ല. എവിടെയെങ്കിലും കംപ്ലീറ്റ് ഡിസോർഡർ ആണ് എങ്കിൽ, പൂർണ്ണമായ ഡിസോർഡർ ആണ് എങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുകയില്ല. അതിൻ്റെ വിപരീതമായി ടോട്ടൽ ഓർഡറും അല്ല.
chaos theory is in between order and disorder. It depends on initial conditions. ആ ഇനീഷ്യൽ കണ്ടീഷനെ സെൻസിറ്റീവ് ആക്കി കാണുക എന്നുള്ളതാണ്. വേറൊരു ഉദാഹരണം, നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡയമെൻഷണൽ ലൈൻ, 2 ഡയമെൻഷണൽ പ്ലെയിൻ, പിന്നെ നമ്മൾ ജീവിക്കുന്ന 3 ഡയമെൻഷണൽ വേൾഡ്. പക്ഷേ കേവോസ് തിയറിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്രാക്റ്റൽസും പറയുന്നത് നമ്മുടെ ഈ ലോകത്ത് ഒരു ഡയമെൻഷനുള്ള ഒരു ലൈനും ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ ആ പെർഫെക്റ്റ് 1 ഡയമെൻഷണൽ ലൈൻ അത് നമ്മുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ തിയറിയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണമായി കാണുന്ന ഒരു പ്ലെയിൻ അത് നമ്മൾ എത്ര ശ്രമിച്ചാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ അല്ല. അത് കാരണം ഈ ഫ്രാക്റ്റൽ തിയറി എന്ന് വെച്ചാൽ ഈ ഡയമെൻഷൻസ് ഒന്നല്ല, ചിലപ്പം 1.5 or 1.3/4 ആ ഫ്രാക്റ്റൽസിൽ ഉള്ള ഒരു സംഖ്യയാണെന്നാണ് അവർ കാണുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള നമ്മുടെ നേച്ചർ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ അല്ല. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെയും ഒരു പരിധി വരെ നമുക്ക് അതിന് ബൗണ്ടറി ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. 1960കളുടെ ആരംഭത്തിൽ എഡ്വേർഡ് ലോറൻസ് എന്ന ശാസ്ത്രജ്ഞനാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന ആശയത്തെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഒരു ചലനവ്യൂഹത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള തീരെ ചെറിയ വ്യതിയാനങ്ങളോ പ്രവർത്തനങ്ങളോ പോലും ഫലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറിയേക്കാം എന്നാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് സ്ഥാപിക്കുന്നത്. ചെറിയ കാര്യങ്ങളുടെ വലിയ പ്രത്യാഘാതങ്ങൾ ആത്മീയ കാര്യങ്ങളിലും ഈ ചിന്തകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ അതിൻ്റെ ഒരു ചിറക് ചെറുതായിട്ട് ഒന്ന് അടിക്കുമ്പോൾ ആ അടി തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഡൽഹിയിലോ ലണ്ടനിലോ ഒരു കൊടുങ്കാറ്റിനെ ഉണ്ടാക്കുമായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കാര്യം ഒരു വലിയ പ്രതിഭാസമായി തീരാം. നമ്മുടെ മനുഷ്യനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം, നമുക്ക് പാപങ്ങളെ ഏറ്റുപറയുവാനുള്ള കഴിവ്, നമുക്ക് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ പറ്റുന്ന വരദാനം, ഇതെല്ലാം ഒരു പരിധി വരെ ഈ ബട്ടർഫ്ലൈ എഫക്റ്റിനോടും ഈ ഫ്രാക്റ്റൽ റഫ്നെസ് അല്ലെങ്കിൽ അപ്രോക്സിമേഷനോടും വളരെ അടുത്തുള്ളതാണ്. പണ്ട് നമ്മൾ ചിന്തിച്ചിരുന്നത് പോലെ ഒരു പ്ലെയിൻ സ്ട്രെയിറ്റ് അവേ ഡിറ്റർമിൻഡ് ലോകമല്ല നമ്മളുടേത്. നമ്മളുടെ ഒരു സ്വതന്ത്രമായ, ഒരു ദയയും കൃപാപരവുമുള്ള, അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ലോകം. കയോസ് തിയറിയുടെ വെളിച്ചത്തിൽ ആധുനിക ശാസ്ത്രകാരന്മാർ വിശദീകരിക്കുന്ന ലോകസങ്കല്പം പരമ്പരാഗതമായ നമ്മുടെ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. വളരെ ചെറിയ കാര്യങ്ങൾ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും ഫലങ്ങൾക്കും കാരണമായി മാറിയേക്കാം എന്നു തുടങ്ങിയ ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ വിശദീകരണങ്ങൾ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളുമായി വളരെ അടുത്തു നിൽക്കുന്നു. ഗുരുവിള സൂചിപ്പിച്ച ചിത്രശലഭ പ്രതിഭാസത്തിൻ്റെ ചുവട് പിടിച്ച് അത് വിഭാവനം ചെയ്യുന്ന പ്രപഞ്ച ദർശനത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് നോക്കിയാൽ ആലങ്കാരികമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആധ്യാത്മികമായിട്ട് നമ്മൾ പറയുന്ന ഒരു സുഹൃതജപം ചൊല്ലിയാൽ പോലും അത് ഈ ലോകത്ത് ഒരുപാട് പരിണത ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പര്യാപ്തമാണ് എന്ന് പറയാൻ സാധിക്കുമോ? വേറൊരു കൊട്ടേഷനുണ്ട്. ഫോർ വാണ്ട് ഓഫ് എ നെയിൽ ദ ഹോഴ്സ് ഷൂ വാസ് ലോസ്റ്റ്. ഫോർ വാണ്ട് ഓഫ് എ ഹോഴ്സ് ഷൂ ദി ബാറ്റിൽ വാസ് ലോസ്റ്റ് ആൻഡ് ഫൈനലി ദ കിങ്ഡം വാസ് ലോസ്റ്റ്. ഒരു ചെറിയ നെയിൽ ഇല്ലാത്തത് കാരണം അതിൽ കൂടി കുതിര, അതിൽ കൂടി പട്ടാളം,
അതിൽ കൂടി കിങ്ഡമിനെ തന്നെ ലൂസ് ചെയ്തു. ഇതാണ് സെൻസിറ്റീവ് ഡിപ്പെൻഡൻസ് ഓൺ ഇനീഷ്യൽ കണ്ടീഷൻ. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി, സൽപ്രവൃത്തി, പിന്നീട് എന്ത് കോൺസിക്വൻസാണ് നമുക്കും ലോകത്തിനും ഉണ്ടാക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ ജർമ്മൻ ഫിലോസഫറായ ഫ്രെഡറിക് നീച്ചേസ് പറയുന്നത്, എവറി ആക്ഷൻ ഓഫ് മൈൻഡ് ഹാസ് ഇൻഫിനിറ്റ് കോൺസിക്വൻസസ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അനന്തമായ കോൺസിക്വൻസസ് ഉണ്ട്. അങ്ങനത്തേതാണ് നമ്മളുടെ ഈ ലോകമെങ്കിൽ അതിനെ നമുക്കറിയാവുന്ന സയൻസ് കൊണ്ട് ആ ലോകത്തെ വിഭാവനം ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് ദൈവം തന്നെ വേണം. റൂപ്പർട്ട് ഷെൽഡ്രേക്ക് അടുത്ത കാലത്ത് എഴുതിയ സയൻസ് ഡെല്യൂഷൻ എന്നുള്ള ബുക്ക് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെല്യൂഷൻ എന്നുള്ള പുസ്തകത്തിനൊരു മറുപടിയാണ്. ഇപ്പോൾ ആളുകൾ പുസ്തകങ്ങൾ എഴുതിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്നത് എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ പരിമിതികളെക്കുറിച്ച്, ശാസ്ത്രം ഏത് തലത്തിലേക്ക് പോയാലാണ് അതിൻ്റെ പരിമിതികളിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതിനെക്കുറിച്ച് റൂപ്പർട്ട് ഷെൽഡ്രേക്ക് വളരെ വിശദമായിട്ട് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശാസ്ത്രത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് പുറത്തു വന്നാലേ ശാസ്ത്രം പൂർണ്ണമാകൂ, ശാസ്ത്രത്തിന് വലിയ ഒരു വീക്ഷണകോൺ ഉണ്ടാകാൻ സാധ്യമാകും. ശാസ്ത്രത്തിൻ്റെ എന്ന് പറയുന്ന ഒരു ജാതി ഒരു ടണൽ വിഷനാണ്. ടണൽ വിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു 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 കുഴലിൽ കൂടി നോക്കുമ്പോൾ നമ്മൾ എന്തൂരം കാണുന്നു, അതിലെല്ലാം കാണുന്നതെല്ലാം ശരിയാണ്. ശാസ്ത്രത്തിൽ തെറ്റൊന്നുമില്ല. ശാസ്ത്രം പരിപൂർണമായി ശരിയാണ്. ശാസ്ത്രത്തിനകത്തുകൂടി വീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം പരിപൂർണമായി ശരിയാണ്. പക്ഷേ അതൊരു ടണൽ വിഷൻ ആയതുകൊണ്ട്, അതായത് ഒരു കുഴൽ ദൃശ്യമായതുകൊണ്ട് ഈ ദൃശ്യത്തിന് പുറത്തൊന്നും ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ കുഴലിൽ കൂടി കാണുന്നതിൻ്റെ പുറമെ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ശാസ്ത്രത്തിൻ്റെ പരിമിതിയും അതുതന്നെയാണ്. ഈ ശാസ്ത്രത്തിൻ്റെ ടണൽ വിഷനിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങും. ഭൗതികശാസ്ത്രം ശാഖോപശാഖകളായി വളർന്നു വികസിക്കുമ്പോഴും അത്യാധുനിക സജ്ജീകരണങ്ങൾ ലോക സമൂഹങ്ങൾക്കായി സജ്ജീകരിക്കുമ്പോഴും തികഞ്ഞ ഭൗതിക കാഴ്ചപ്പാടുകളോടെ പല മൂല്യങ്ങളെയും തള്ളിപ്പറയുന്നവരുണ്ടാവാം. എങ്കിലും തുറന്ന മനസ്സോടെ ശാസ്ത്രീയ നേട്ടങ്ങളെയും ലോകയാഥാർത്ഥ്യങ്ങളെയും വീക്ഷിക്കാൻ മനസ്സാകുന്നവർക്ക് മുന്നിൽ ഓരോ നിമിഷവും ദൈവമഹത്വം വെളിപ്പെടുന്നുണ്ട്. ആത്മീയ ബോധ്യങ്ങൾക്കുള്ള രാജപാത കൂടിയാണ് അത്തരം അനേകർക്ക് തങ്ങളുടെ ഗവേഷണ വഴികൾ. സൂര്യൻ ഒരു നക്ഷത്രമാണ്, ഒരു ചെറിയ നക്ഷത്രം. അതുപോലെ 10⁻11 നക്ഷത്രങ്ങളാണ് ഒരു ഗാലാക്സിക്കകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുതിയിട്ട് 11 0 ഇടുക. അത്രയും നക്ഷത്രങ്ങൾ ഉണ്ട് നമ്മുടെ മിൽക്കി വേയിൽ. ഈ പ്രപഞ്ചം മുഴുവനും ഒരു ജലകണികയാണ് എന്ന് ശാസ്ത്രം തന്നെ പറയുന്ന സമയം അതിവിദൂരമല്ല പോലും. അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഒരു തിയറി ഓഫ് എവരിത്തിങ്ങിനെയാണ്. ഭൗതിക ശാസ്ത്രം വികസിച്ച് പോയി കഴിയുമ്പോൾ 4 മൗലിക ഊർജങ്ങളെയും സമന്വയിപ്പിച്ച് ഒരൊറ്റ സിദ്ധാന്തമാകുന്നത് വഴിയായിട്ട് ഈ പ്രപഞ്ചം മുഴുവനെയും നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്നുള്ള കാഴ്ചപ്പാട്. ഈ ബിഗ് ബാങ് തിയറിക്ക് കാലക്രമേണ സ്ട്രോങ് സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രാധാന്യം വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്.